വീണ്ടും കോവിഡ് പ്രതിസന്ധിയിൽ കേരളം. രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ നിന്നാണ്. ഇത് ഒമിക്രോണിന്റെ ഉപവകഭേദം ആണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇന്ന് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നേക്കും. കോവിഡ് പരിശോധനകൾ കൂടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തേക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം കേസുകളുടെ എണ്ണം ഉയരുന്നുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചത്. കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ പരിശോധന കൂടുതൽ നടക്കുന്നതിനാലാണ് സംസ്ഥാനത്ത് ഉയർന്ന കോവിഡ് കണക്കുകൾ റിപ്പോർട്ട് ചെയ്തതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. അതിവേഗം പടരുന്ന JN.1 വകഭേദം ആണ് റിപ്പോർട്ട് ചെയ്തത്. ഈ സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ കൂടുതൽ ശക്തമാക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. കോവിഡിന്റെ വകഭേദമായ ഒമിക്രോണിന്റെ ഉപവകഭേദമാണ് JN.1. സെപ്റ്റംബറിലാണ് അമേരിക്കയിൽ ഈ വൈറസിനെ ആദ്യം കണ്ടെത്തിയത്. 2 ദിവസം മുമ്പ് ചൈനയിലും 7 കേസുകൾ സ്ഥിരീകരിച്ചു. ആകെ 38 രാജ്യങ്ങളിലായി ഈ വൈറസ് പടരുന്നതിനായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലും ഔദ്യോഗികമായി കേസ് സ്ഥിരീകരിച്ചതോടെ ഈ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തി. സംസ്ഥാനത്ത് ഇതിനോടകം തന്നെ 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോവിഡ് ബാധിച്ച് കോഴിക്കോട് വട്ടോളിയിൽ കുമാരൻ എന്ന ആൾ മരിച്ചിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇയാൾ. മരണശേഷം നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തലശ്ശേരി പാനൂരിലും കോവിഡ് ബാധിച്ച ഒരാൾ മരിച്ചിരുന്നു. പാലക്കണ്ടിയിലെ 80കാരനാണ് കഴിഞ്ഞ ദിവസം കോവിഡ് ബാധിച്ച് മരിച്ചത്. ശ്വാസതടസ്സത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മരണത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗത്തിന്റെ വ്യാപനം കണക്കിലെടുത്ത് സിംഗപ്പൂരിലടക്കം അധികൃതർ യാത്രാ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിരിക്കുന്നു. ബൂസ്റ്റർ ഡോസിന്റെ ആവശ്യകതയെക്കുറിച്ചും പലയിടത്തും ചർച്ചയാകുന്നുണ്ട്. അതിവേഗം തന്നെ രോഗം പടരുന്ന ഈ സാഹചര്യത്തിൽ ആശങ്കയേക്കാൾ കൂടുതൽ ആവശ്യം ജാഗ്രത തന്നെയാണ്. സീഡ് ന്യൂസ്, കോഴിക്കോട്.